പ്രതിഭാഗം പറയുന്നത് മാത്രം കേട്ടു പറഞ്ഞ ഒരു വിധി എന്നുള്ളതാണ് വന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ വന്ന വീഴ്ചകളെന്ന് കോടതി വിധിയിൽ അക്കമിട്ട് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നു തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയില്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ എത്തിയില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ മുഴുവൻ സീൽ ചെയ്തിട്ടുണ്ട്. അത് കുഞ്ഞിൻ്റെ അച്ഛനും അത് തന്നെ പറയുന്നുണ്ട്. അവിടെ എത്തിയിരുന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്നതാണ്. ആ സമയത്തെ മാനസികാവസ്ഥ ആര് വന്നു പോയി എന്നൊന്നും ആലോചിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ ഇന്നലെയും അവരുടെ മാനസികാവസ്ഥ കണ്ടു. പിറ്റേ ദിവസം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ വിധിയിലും പോലീസിന്റെ നിലപാടിലും ഉണ്ടാകുന്നത്? ഏതായാലും മധു, ഇതിലൊരു കാര്യമുള്ളത്, ഞാനിപ്പോൾ നാല് വർഷത്തിലേറെയായി നിങ്ങൾക്കറിയാലോ വാളയാർ കേസിൻ്റെ ഇഞ്ചോടിഞ്ച് പിന്നിലാണ്. കാരണം അതുകൊണ്ട് തന്നെ വലിയൊരു സാമ്യം ഈ രണ്ട് കേസുകളും തമ്മിലുണ്ട് എന്ന് ഇന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ദരിദ്രരായ ദുർബലരായ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇവിടെ, അവിടെ രണ്ട് പെൺകുട്ടികൾ, ഇവരെ കൊല്ലപ്പെടുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു സമയത്താണ് കൊല്ലപ്പെടുന്നത്. ഒരു വിവരവുമില്ല. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ നന്നായി ചെയ്തില്ല എന്നുള്ള തർക്കത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നമ്മുടെ മുമ്പിലുള്ളത്, മാധുവിൻ്റെ എൻ്റെ മുമ്പിലുള്ളത് ജഡ്ജ്മെൻ്റാണ്. ജഡ്ജ്മെൻറ്റിൽ ഇപ്പോൾ ഈ അച്ഛൻ പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹത്തോടൊപ്പമാണ് നമ്മളൊക്കെ എന്ന് നിർബന്ധമായും പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിപ്പോഴും വിചാരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച പറ്റിയെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു വിധിന്യായം വരില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഓക്കെ, അന്വേഷണ ഉദ്യോഗസ്ഥൻ പിറ്റേ ദിവസമല്ല വന്നേ, തലേ ദിവസം തന്നെ വന്നു, അത് സീൽ ചെയ്തു എന്നൊക്കെ പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ രണ്ട് കാര്യങ്ങൾ അതിൽ പ്രധാനമാണ്. ഒന്ന്, ഈ ഇതൊക്കെ എടുത്തത്, ബെഡ്ഷീറ്റും മറ്റു കാര്യങ്ങളും എടുത്തത് 3-ാം തീയതിയാണ് എന്നാണ് കോടതിയിൽ പറയുന്നത്. അത് ബെഡ്ഷീറ്റ്, ടവൽ, അതുപോലെയുള്ള സാധനങ്ങൾ അത് 1-ാം തീയതി തന്നെ, അത് അല്ലെങ്കിൽ 30-ാം തീയതി തന്നെ സീൽ ചെയ്തെടുത്തുവോ? അതെടുത്ത് അന്ന് തന്നെ സീൽ ചെയ്തിരുന്നുവോ? കോടതിയിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഇതൊന്നും തന്നെ സീൽഡ് ആയിരുന്നില്ല. മൊബൈൽ ഫോൺ സീൽഡ് ആയിരുന്നില്ല, ഈ കത്തിയും ഇതുപോലെയുള്ള സാധനങ്ങൾ സീൽഡ് ആയിരുന്നില്ല. ഒരു തോർത്തുമുണ്ട്, അത് പിന്നെ എവിടെ പോയി എന്നറിയില്ല എന്നാണ് കോടതി പറയുന്നത്. അറിയില്ല, അത് കേസിൽ എവിടെയും ഇല്ല എന്ന് പറയും. ഇതൊന്നും സീൽഡ് ആയിരുന്നില്ല എന്ന്. രണ്ടാമത്, സ്വാബും സ്മിയറും ഒരു കണ്ടെയ്നറിലെടുത്തു എന്ന് വളരെ കൃത്യമായി പറയുന്നു. അങ്ങനെ മാത്രമല്ല, DNA പരിശോധന ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ഇതിലേറ്റവും ക്രിട്ടിക്കലായ ഭാഗം നമുക്കറിയാം, ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സർക്കംസ്റ്റാൻഷ്യൽ ആൻഡ് സയൻറ്റിഫിക് എവിഡൻസസ് ആണ് ഏറ്റവും പ്രധാനം. ശാസ്ത്രീയമായ തെളിവുകളാണ്. ശാസ്ത്രീയമായ തെളിവുകൾ വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവോ പ്രോസിക്യൂഷന്, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞുവോ എന്ന വലിയൊരു ചോദ്യമാണ് ഇതിന് മുമ്പിലുള്ളത്. ഇപ്പോൾ മുടിയും രോമങ്ങളും DNA പരിശോധന നടത്തിയില്ല എന്ന് പ്രോസിക്യൂഷൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇല്ല എന്ന്. DNA പരിശോധന നടത്താതെ സിമിലർ ആണ്, ഐഡന്റിക്കൽ അല്ല എന്ന രൂപത്തിൽ വരികയും അത് ഏറ്റവും നിർണായകമായൊരു തെളിവാണ് ആകുമായിരുന്നു. ഫിംഗർ പ്രിന്റ് എടുത്തില്ല. ഫിംഗർ പ്രിന്റ് എടുത്തെങ്കിൽ എടുത്തു എന്ന് പറയട്ടെ, അച്ഛൻ എനിക്കറിയില്ല. ഫിംഗർ പ്രിന്റ് എടുത്താൽ കിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം ദിവസം കഴിഞ്ഞു, അതുകൊണ്ടായിരിക്കും. പക്ഷെ ആ ദിവസം കഴിഞ്ഞ് സീൽ ചെയ്തെങ്കിൽ പിന്നെ ഫിംഗർ പ്രിന്റ് എന്താ കുഴപ്പം? അതിൻ്റെ വാതിലിൽ, അലമാരിയിൽ, അതുപോലെ ആ വാതിൽ അടഞ്ഞു കിടന്നിരുന്നോ തുറന്നു കിടന്നിരുന്നോ എന്നുള്ള കാര്യം, ജനലിൻ്റെ, അത് വളരെ നിർണായകമാണ് ആ പൂജാമുറിയുടെ. കാരണം അയാൾ അതിലെ ചാടി എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇതിലെ നിരവധി കാര്യങ്ങൾ പോലീസ് പറഞ്ഞ കാര്യങ്ങളല്ല പറഞ്ഞിട്ടുള്ളതെങ്കിൽ, വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് വേറൊന്നും പറയാനില്ല. പക്ഷേ അത് തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്. അത് തെളിയിക്കുന്നതിൽ ഈ കാര്യത്തിൽ നിരുത്തരവാദപരമായൊരു കാര്യം നടന്നു. മധു, നമുക്കറിയാലോ, വാളയാർ മാത്രമല്ല, ശ്രീജിത്തിൻ്റെ കേസായാലും വിനായകൻ്റെ കേസായാലും ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ. പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടാലും വേറെ ആരെങ്കിലും ചവിട്ടി കൊന്നാലും ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ തമാശ പറയേണ്ട ഒരു നേരമല്ല എന്ന് എനിക്കറിയാം. ഒരുപക്ഷെ അന്യ സംസ്ഥാനത്തുള്ള ഒരാളായിരുന്നു പ്രതിയെങ്കിൽ ചിലപ്പോൾ പോലീസ് പിടിക്കുമായിരുന്നു. അതിനർത്ഥം എന്താണെന്നൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കാവുന്നതാണ്. മാത്രവുമല്ല, പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആളുള്ളത് ഇരകൾക്കല്ല, പ്രതികൾക്കാണ്. പ്രതികൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ടെന്നേ. അവിടെയും ഉണ്ടൊരു പ്രശ്നം. ഇയാളാണോ പ്രതി എന്ന് എനിക്കറിയില്ല. അതൊക്കെ അവർക്ക് സാഹചര്യ തെളിവറിയാം. വേറെ പ്രതികളുണ്ടോ, ഇയാളാണോ പ്രതി ഉണ്ടോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 30 വയസ്സിന് ശേഷമുള്ള ഒരാളുടെ എന്തോ ബോഡിയുടെ ഭാഗം കാണുന്നു എന്ന് പറയുന്നു. അതൊന്നും ഞാൻ പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഏറ്റവും പ്രധാനം എന്താ, ഒരു ക്രിമിനൽ കേസിൽ സംശയാതീതമായി ഇയാൾ പ്രതിയാണ് എന്ന് തെളിയിക്കാൻ, ഇയാളാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കാനുള്ള തെളിവുകളാണ്. അതിൽ സയൻറ്റിഫിക് എവിഡൻസ് വേണ്ടത്ര ഇല്ല എന്നാണ് വിധിന്യായം പറയുന്നത്. പിന്നെയുള്ളത് കേട്ടുകേൾവികളാണ്. നമുക്കറിയാം, കേട്ടുകേൾവികൾ ഒരു കാലത്തും പോലീസ് എടുക്കില്ല.
മറ്റേ പ്രതിയുടെ കണ്ടക്ട് സെക്ഷൻ 8 ഓഫ് എവിഡൻസ് ആക്ട് ഒക്കെ അതിൽ പറയുന്നുണ്ട്, ഞാൻ അത് പറയുന്നില്ല. മൂന്നാമത്തെ കാര്യം മൊബൈൽ ഫോൺ സംബന്ധിച്ചാണ്. മൊബൈൽ ഫോൺ തനിക്ക് കിട്ടിയത് സീൽഡ് ആയിരുന്നില്ല എന്ന് അത് പരിശോധിച്ച സയന്റിഫിക് ഓഫീസർ മൊഴി നൽകിയിരിക്കുന്നു. എങ്ങനെ മൊബൈൽ ഫോൺ എടുക്കണം, എങ്ങനെ മൊബൈൽ ഫോൺ സൂക്ഷിക്കണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഹൈക്കോടതി വിധിയിലുണ്ട്. അത് ഇതുവരെ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ റൂം സീൽഡ് ആണെങ്കിൽ പോലും അതിൽ നിന്ന് എടുത്ത സാധനങ്ങൾ സീൽഡ് ആയല്ല വെച്ചതെങ്കിൽ 7-ാം തീയതി കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ അത് ഓപ്പൺ ആയിരുന്നുവെങ്കിൽ അതിലെന്തൊക്കെ സംഭവിക്കാം? അതിൽ ചോദിച്ചൊരു പ്രധാന കാര്യമുണ്ട്. 4-ാം തീയതി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു, 7-ാം തീയതി അൺസീൽഡ് ആയ ഇതിൽ പ്രതിയുടെ രോമം ഉണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ എന്താ സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പ്രതിക്കല്ലേ കിട്ടുക? ഇതൊക്കെ പോലീസുകാർക്ക് അറിയാലോ. പോലീസുകാർ അതൊക്കെ അനുസരിച്ചു. പിന്നെ സീൻ മഹസർ വളരെ നിർണായകമാണ്. സീൻ മഹസറിൽ തെറ്റ് വന്നാൽ കേസ് നിലനിൽക്കില്ല. അപ്പൊ പോലീസിന് ഗുരുതരമായ വീഴ്ച വന്നു എന്ന ജഡ്ജ്മെന്റ് അങ്ങനെയല്ല, ജഡ്ജിക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ട് ചെയ്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ജഡ്ജിയെ വിമർശിക്കാൻ തയ്യാറല്ല. എൻ്റെ മുമ്പിലുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഒരു പുനരന്വേഷണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആവശ്യം വരും. തീർച്ചയായും ഈ ചാർജ് ഷീറ്റ് വെച്ച് ഈ പ്രതിയെ ശിക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളല്ല ഞാൻ. ശരി.